കാലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. രാത്രി പ്രസവിച്ച ഇതിലുണ്ടല്ലോ ചെറിയ കുട്ടി. മറുവൊക്കെ ഇതിലെടുത്ത് വീണിട്ടുണ്ട്. മറു മാറ്റ കുട്ടിയിരുന്നോ? അതിന് ബോക്സിലാണ്. രാവിലെ തന്നെ കറവയുടെ ഇടയ്ക്ക് ആട്ടുകുഞ്ഞുങ്ങൾ കരയുന്നിട്ട് വന്നാണ്. നോക്കുമ്പോൾ ആട് പ്രസവിച്ചിട്ടുണ്ട്. ഈ ആടിന് 3 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കാലൊക്കെ നമ്മൾ അടിയിട്ട ഫ്ലോർമാറ്റിന്റെ അടി കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് കുഞ്ഞുങ്ങളൊന്ന് സേഫ് ആക്കി വെക്കാം. രാത്രി പ്രസവിച്ചതായിരിക്കണം ആട്. നല്ല മഴയൊക്കെ കാരണം ആട് കരയുന്നത്, കുഞ്ഞുങ്ങൾ കരയുന്നത് കേട്ടില്ല. അപ്പൊ കറവയുടെ സമയത്താണ് ആട്ടുകുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടത്. അപ്പം ഇപ്പുറം കൂട്ടിൽ ഒരു ആട് പ്രസവിച്ചിട്ടുണ്ട്. 2 ആടാണ് ഇന്ന് രാത്രി പ്രസവിച്ചിട്ടുള്ളത്. ഇതിലും ആട്ടുകുഞ്ഞിന്റെ കാല് ഈ ഗ്യാപ്പിൽ പെട്ടെന്ന് കുടുങ്ങും. നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ ചാക്കൊക്കെ വിരിച്ചു കൊടുക്കാറുണ്ട്. ഇത് രാത്രി പ്രസവിച്ചുകൊണ്ടാണ്. ആടിന് മറുവൊക്കെ വീണിട്ടുണ്ട്. 2 ആടിന് മറു വീണിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ മറു എടുത്ത് മാറ്റണം. ഇത് ആടുകൾ കഴിച്ചു കഴിഞ്ഞാൽ പാലുണ്ടാകാത്ത പ്രശ്നങ്ങളൊക്കെ വരും, വയർസ്തംഭനമൊക്കെ വരും. അപ്പൊ മറു പെട്ടെന്ന് എടുത്ത് നീക്കുക. കുറച്ച് മറു താഴെ വീണിട്ടുണ്ട്. താഴേക്ക് കൂടുതൽ ഗ്യാപ്പിലൂടെ താഴെ വീണ മറുവാണ്. നമ്മുടെ ഫ്ലോർ മാറ്റിന്റെ ഗ്യാപ്പിലൂടെ മറു താഴേക്ക് വീഴും. അത് നമുക്കൊരു ഉപകാരമാണ്. എന്താ വെച്ചാൽ രാത്രിയൊക്കെ പ്രസവിച്ചാൽ ആടുകൾ മറു കഴിക്കാതെ ഇപ്പൊ രാവിലെ ആയ നേരത്തെ വീണുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. മറു കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആടും പശുവൊന്നും മറു കഴിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഈ ബക്കറ്റിലെടുത്ത് ഇത് കുഴിച്ചിടണം. ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കാല് കുടുങ്ങുന്നൊന്ന് മാറ്റണം. ഒരു ചാക്ക് എടുക്കണം. നമ്മൾ പ്രസവ സമയം ആയതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്തുകൊണ്ടൊക്കെ ഇതുപോലെ ചാക്കുകളൊക്കെ ഷെഡിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആടുകളൊക്കെ ക്രോസ് ചെയ്ത് പൊക്കെ പ്രസവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ ഈ ചാക്കിലോട്ട് വെക്കുക. 1-2 ദിവസം ഇവരെ ഒന്ന് നടക്കാനാകുന്നവരെ ഇതുപോലെ ചാക്ക് അടിയിൽ വിരിച്ചു കൊടുക്കണം. ഒരു കുഞ്ഞ് നടന്ന് അപ്പുറത്തെത്തിയിട്ടുണ്ട്. ഈ തള്ളയുടെ കുഞ്ഞുങ്ങളാണിത്. തള്ളക്ക് ക്ഷീണിച്ചിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ വർഷമൊക്കെ 2 കുഞ്ഞുണ്ട്. ഈ വർഷം 3 കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞ് കുറച്ച് ചെറുതാണ്. ഈ കൂട്ടിലെയും കുഞ്ഞിന് ഇതുപോലെ ചാക്ക് വിരിച്ചു കൊടുക്കാം. ചെറിയ പ്രായത്തിൽ തന്നെ ഗ്യാപ്പിലൊക്കെ കാല് കുടുങ്ങി കഴിഞ്ഞാൽ പൊട്ട് വരും. പെട്ടെന്ന് തന്നെ കാല് പൊട്ടിപ്പോകും. ചെറിയ ആടുകുഞ്ഞുങ്ങളായതുകൊണ്ട് ഈ ചാക്കിൽ നിൽക്കട്ടെ. ഇനി നമുക്ക് വേഗം ചെയ്യേണ്ടത് ഇവരെ പൊക്കിൾക്കൊടിയിലൊക്കെ ഐഡിയും വെച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയമായി പോയിട്ടുണ്ട് പ്രസവിച്ചിട്ട്. ഇതൊക്കെ രാത്രി പ്രസവിച്ച് വന്ന് പൊക്കിൾക്കൊടിയൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഐഡിയൊക്കെ എടുത്തിട്ട് ആദ്യം തന്നെ ഇവരെ പൊക്കിൾക്കൊടിയിലൊക്കെ ഒന്ന് ഐഡിയും തേച്ച് പൊക്കിൾക്കൊടി ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാം. ആടൊക്കെ പ്രസവിച്ചാൽ നമ്മൾ ഇതുപോലെ ഐഡിനും ഇതൊരു നൂല് തേച്ച് കെട്ടി കൊടുക്കണം. അപ്പോൾ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നിന്റെ പൊക്കിൾക്കൊടിയും കെട്ടി ഇത് ടിഞ്ചർ ഐഡിനാണ്. ഇത് ഒഴിച്ചു കൊടുക്കണം. ബിയമോളും വന്നിട്ടുണ്ട്. ആട് പ്രസവിച്ചത് ബിയമോൾ ഇപ്പോഴാണ് അറിഞ്ഞത്. അവർ എണീറ്റപ്പോ ആട് പ്രസവിച്ചത് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞിരുന്നു. അപ്പൊ അവളും വന്നിട്ടുണ്ട്. അവള് രാവിലെ തന്നെ വന്ന് കുഞ്ഞിനെയൊക്കെ മടിയിലൊക്കെ വെച്ച് കളിക്കൽ തുടങ്ങി. മദ്രസ വിട്ട് ഉടനെ അവള് ആട്ടിൻകൂട്ടിലോട്ടാണ് ഓടി വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് ബിയ കുട്ടി? വാ, ഇത് പിടിക്കും. നമ്മള് കുറച്ച് കയറുകൾ കട്ട് ചെയ്യാണ്. ഇത് 2 ആൾ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ റിച്ചുവിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 കുഞ്ഞുങ്ങളായതുകൊണ്ട് 5 കുഞ്ഞുങ്ങളുണ്ട്. 1-ന് 3, 1-ന് 2, 5 നൂല് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്. അത് മതി. ഇനി വരെ കുഞ്ഞിനെ പിടിക്കുക. അതൊക്കെ എങ്ങനെ പിടി എടുത്താൽ മതി. എടുക്ക കാല് പിടിക്കല്ലേ, കൂട്ടിയെടുത്തേ. ആടെ പിടിച്ചോ. ഇത് ഏകദേശം രാത്രി പ്രസവിച്ചത്. നമ്മൾ പൊക്കിൾക്കൊടി ഉണങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഐഡിനൊക്കെ ചെയ്യണം. ഇതിപ്പം രാത്രി പ്രസവിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ചെറുതായിട്ട് ഈ നൂല് ഇതുപോലെ കെട്ടി കൊടുക്കുക. ചെറുത് അധികം മുകളിലോട്ട് കെട്ടരുത്, താഴെ കെട്ടി കൊടുത്താൽ മതി. എന്നുവെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പൊക്കിൾക്കൊടി മുറിഞ്ഞു പോകും. ഉണങ്ങിപ്പോയിട്ടുണ്ട് പൊക്കിൾക്കൊടി. ഇനി ഐഡിന് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഐഡി നമ്മൾ ഈ പൊക്കിൾക്കൊടിയിലാക്കി കൊടുക്കണം. പൊക്കിൾക്കൊടി ഒന്ന് ഐഡിന് നല്ല മുക്കണം. പിന്നെ പൊക്കിൾക്കൊടിയുടെ ഈ ഭാഗത്ത് നമ്മൾ തുടങ്ങുന്ന ഭാഗത്ത് ഐഡിന് ഇതുവരെ ഊറ്റിച്ചു കൊടുക്കും. അങ്ങനെ പതുക്കെ പിടി. ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇങ്ങനെ പിടച്ച് കളിക്കുന്നതല്ല. ഈ ഐഡിൻ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇവർക്ക് നമ്മളെ 2-3 ദിവസം കഴിഞ്ഞാലും ഇങ്ങനെ ഐഡിനും ചെയ്തില്ലെങ്കിൽ ഇവർ ഈ മുട്ടിൽ ഇവിടെ ജോയിന്റിൽ ഒരു വീക്കം വരെ വന്നാൽ മാറിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ഇൻഫെക്ഷനും ഇതിലെ ഈ പൊക്കിൾക്കൊടിയിലൂടെ പ്രസവിച്ച സമയത്തിന് കയറും. നമ്മുടെ കൂടെ അത്യാവശ്യം വൃത്തിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പഴയ കൂടൊക്കെ ആയ സമയത്ത് ഇതുപോലെയുള്ള അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഐഡിൻ ചെയ്തപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട്. ഇതിനതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. കിടത്തിയിട്ട് പിടിച്ചോ. ഒന്ന് ആട് പിടക്കില്ല, പിടിക്കല്ല. ഇങ്ങനെ പിടിച്ചാൽ ഇവിടെ അമർത്തി പിടിച്ചാൽ.
ഈ കെട്ടി കൊടുക്കുന്ന നൂല് നമ്മൾ ഇനി കട്ട് ചെയ്ത് കളയണ്ട, അത് ഓട്ടോമാറ്റിക് പൊക്കിൾ കൊടി മുറിഞ്ഞു പോകും. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു ചെയ്യേണ്ടത്, ഇപ്പം രാത്രി പ്രസവിച്ചുകൊണ്ട് ഇതിലിങ്ങനെ ഒരു 2 ദിവസം കൂടി നമ്മൾ അയഡിന് ഇതുപോലെ പൊക്കിൾ കൊടിയിൽ ഒഴിച്ചു കൊടുക്കും. മൂന്നാമത്തെ കുട്ടി, ആ കുട്ടീനെ ഇവിടെ 3 കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് കുറച്ച് ചെറുതാണ്. ഈ ആടിന് എല്ലാ വർഷവും 2 കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഇപ്പൊ 4ാമത്തെ പ്രസവമാണ് ഈ ആട്, നമ്മുടെ ഫാമില് 4ാമത്തെ പ്രസവമാണ്. ഈ കുഞ്ഞിനുണ്ട്, ഇതിനൊക്കെ കുറച്ച് വലിയ പൊക്കിൾ കൊടിയാണ്, ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ആ ആട് ഏകദേശം നമ്മളെ നേരം വെളുക്കുന്ന സമയത്ത് പ്രസവിച്ചാണ്, ഒരു കുറച്ച സമയത്ത് പ്രസവിച്ചത്. അതിന്റെ കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടിക്ക് നല്ല നനവുണ്ട്, അതും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ നോക്കിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. രാത്രി പ്രസവിച്ചാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മറ്റു ആടുകളും അതുപോലെ തന്നെ ഈ തള്ളയാടൊക്കെ കുഞ്ഞുങ്ങളുടെ മുകളിൽ കാര്യമൊക്കെ കിടന്ന് ചത്തുപോകാറുണ്ട്. അപ്പം കരയുന്ന സമയത്ത് ഞങ്ങൾ ഓടി വരാറുണ്ട്. പക്ഷെ ഇന്നലെ മഴയൊക്കെ കാരണം സൗണ്ട് ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ ഉറങ്ങിപ്പോയി രാവിലെ തന്നെ എണീറ്റ് ഫാമിലെ പണികളും തുടങ്ങി. ഇതിന് ചെയ്യാം ഇനി മറ്റു ആടിനും കൂടെ കെട്ടി കൊടുത്തിട്ട് വേണം ഇവർക്ക് കന്നിപ്പാൽ കുടിപ്പിക്കാൻ. ആടിന്റെ കാമ്പിലൊക്കെ നല്ല പാലുണ്ട്, വേഗം തന്നെ കന്നിപ്പാൽ കുടിപ്പിക്കണം. ഇവർ ഇതുവരെ പാല് കുടിച്ചിട്ടില്ല. ഏകദേശം 6-7 മണിക്കൂറായി ആട്ടുകുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ട്, കന്നിപ്പാൽ കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഇനിയിപ്പം കാമ്പിലൊന്ന് പാല് കുടിപ്പിക്കണം. കാമ്പിലൊക്കെ പാല് നിറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ആട് പ്രസവിച്ചത് ഏകദേശം രാവിലെയാണ്, അതുകൊണ്ട് ഇതിന്റെ പൊക്കിൾക്കൊടി, കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ഉണങ്ങിയിട്ടില്ല. മറ്റേതൊക്കെ കുറച്ച് ഉണങ്ങിപ്പോയിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മൾ പെട്ടെന്ന് കെട്ടി കൊടുക്കണം. ഈ നനവോട് കൂടി തന്നെ നമ്മൾ ഇത് കെട്ടി കൊടുക്കണം. ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് വേദന കൊണ്ടല്ല, അവർ നിന്ന് തരില്ല പിടിക്കാനൊന്നും. വേദനയൊന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ പിടിക്കുന്ന തിരിച്ച് വേദനയൊന്നും ഉണ്ടാവില്ല. ഇതിലും പെട്ടെന്ന് നമ്മളിങ്ങനെ നനവുണ്ടെങ്കിൽ നമ്മൾ ഐഡിയും കറക്റ്റ് പിടിക്കും. ഇനി ഒരു 3 ദിവസം ഇതുപോലെ രാവിലെ ഐഡിന് ഒഴിച്ചു കൊടുക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോകുന്നവരെ. ആദ്യമോടി ചെറിയ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പൊക്കിൾ കൂടെ ശേഷം മുറിഞ്ഞു പോയിട്ടുണ്ട്, ഇനി ചെറിയ ഭാഗമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കെട്ടുന്നില്ല, കെട്ടാനുള്ളൊരു ഗ്യാപ്പില്ല. അവിടെ അമ്പലത്തിൽ പിടി, കാലിങ്ങനെ വിടർത്തി പിടിച്ച. ഈ ഒരു സ്ഥലത്താണ് കൂടുതൽ ഐഡിയ ഒഴിച്ചു കൊടുക്കേണ്ടത്, പൊക്കിൾ കൂടി തുടങ്ങുന്ന സ്ഥലത്ത്. പിന്നെ പെട്ടെന്ന് തന്നെ ഇവർക്ക് കന്നിപ്പാൽ കൊടുക്കണം. ഈ ആടിനെ തന്നെ ആദ്യം പിടിച്ചു കൊടുക്കാം. ഇതൊന്നും പാല് കിട്ടിയിട്ടില്ല. ഈ ആടിന്റെ പ്രത്യേകത കാമ്പ് താഴോട്ടാണ്, അപ്പം ഒന്ന് പിടിച്ചു കൊടുക്കാതൊന്നും പാല് കിട്ടില്ല. ആദ്യം ഒന്ന് പാല് കുടിക്കാൻ മടിയായിരിക്കും ഫസ്റ്റ് പ്രസവിക്കുന്നത്. നമ്മളിങ്ങനെ വായിൽ പിടിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. എത്രയും പെട്ടെന്ന് ആട് പ്രസവിച്ചാൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഇതുപോലെ കന്നിപ്പാൽ കുടിപ്പിക്കുകയാണ്. പ്രസവിച്ച് 1 മണിക്കൂറിനുള്ളിൽ കുടിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആടൊക്കെ പ്രസവിച്ചത് രാത്രി ആയതുകൊണ്ട് പശുവിന്റെ ഒക്കെ നമ്മൾ പിന്നെ രാത്രിയാണ് ഉറക്കവെച്ചിരിക്കും പശു പ്രസവിക്കുന്നൊക്കെ നോക്കി. ആടിന്റെ നമ്മൾ ഇത്രയും ആടുകളെ ഒരുമിച്ച് ക്രോസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നില്ല. എല്ലാത്തിനും നമുക്ക് ചെനയുണ്ടെന്ന് അറിയാം. പിന്നെ പകലൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കും. അവിടെ ഇറങ്ങിയിട്ടൊക്കെ 2-3 ദിവസമായി ആടുകൾക്ക്. പക്ഷെ പ്രസവം കറക്റ്റ് സമയം അറിയാത്തതുകൊണ്ട് രാത്രിയൊക്കെ ആയതുകൊണ്ടാണ് കാണാതെ പോയത്. ഇതുപോലെ കന്നിപ്പാൽ കുടിപ്പിക്കണം. പാല് കുടിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. പ്രസവിച്ച് ഉടനെയാണ് കുറച്ച് കുടിക്കാൻ മടിയാണ്. ഇതിപ്പോ കുറച്ച് സമയം ആയതുകൊണ്ട് അവർ തന്നെ വലിച്ചു കുടിക്കുന്നുണ്ട്. എണീറ്റ് തുടങ്ങി. മറ്റേത് കുഞ്ഞുങ്ങളൊക്കെ എണീക്കാനൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കന്നിപ്പാൽ അടിയിൽ വെച്ച് കൊടുക്കും. അപ്പുറം കൂട്ടിൽ ആ പ്രസവിച്ച ആടിന്റെ ഒരു കുഞ്ഞിന് കുറച്ച് ശേഷിക്കുറവുണ്ട്, ചെറിയ കുഞ്ഞാണ്, 3 കുഞ്ഞുങ്ങളുമാണ്. അപ്പൊ അതിനെ ഇനി പെട്ടെന്ന് കുടിപ്പിക്കണം. ഈ കൂട്ടിൽ കയറിയത് കൊണ്ടാണ് ഇപ്പൊ ആദ്യം തന്നെ ഇതിനെ കുടിപ്പിക്കുന്നത്. ഈ ആടിന്റെ 2ാമത്തെ കുഞ്ഞിനെ കുടിപ്പിക്കുന്നത്. കന്നിപ്പാൽ കൂടുതൽ ഉണ്ടാവില്ല, അപ്പൊ ഇതിന്റെ കാമ്പ് തന്നെ കുഞ്ഞു കുടിച്ചപ്പോഴത്തേക്കും വറ്റിപ്പോയിട്ടുണ്ട്. ഇനി ഈ നീരൊക്കെ വലിയ പാലാവണം ആടുകൾക്ക്, അപ്പോഴാണ് നമുക്ക് കൂടുതൽ പാലുണ്ടാവുക. കന്നിപ്പാൽ നമുക്ക് ഏകദേശം കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇതുപോലെ കുറച്ച്. അപ്പൊ ഈ കുഞ്ഞു കുടിച്ചപ്പോൾ തന്നെ ഇതിന്റെ കന്നിപ്പാൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാമ്പ് 2ാമത്തെ കുഞ്ഞിനെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കന്നിപ്പാൽ കുറവായിരിക്കും. അപ്പൊ ഇന്നൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശേഷം പാലായി വരും. കന്നിപ്പാൽ കഴിഞ്ഞതിന് ശേഷം ഇനി വരുന്നതാണ് പാല്. ഇതുപോലെ ആടിന് നീരുണ്ട്, ഈ നീരൊക്കെ വലിഞ്ഞ് നമുക്കിനി പാലായി വരണം. അതൊക്കെ 2-3 ദിവസം എടുക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ കുടിക്കുന്നതനുസരിച്ച് നീര് വലിഞ്ഞ് പാലായി മാറും. BMO അവിടെ ആടിനിപ്പോ കുടിപ്പിക്കുന്നുണ്ട്. നമുക്കിനി ഈ 3 കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞിനെ ആദ്യം കുടിപ്പിക്കാം. ഈ കുഞ്ഞൊക്കെ കുറെ സമയമായിട്ടുണ്ട് പ്രസവിച്ചിട്ട്, ഇതിന് നിൽക്കാനും കഴിയുന്നില്ല. അപ്പൊ അതിന് ഈ കുഞ്ഞിനെ ഒന്ന് കുടിപ്പിക്കാം. അപ്പം തള്ളയെ ഈ ചാക്കിന്റെ അടുത്തോട്ടാക്കാം, മറ്റേ കാല് കൊടുക്കും, കയ്യിൽ പിടിച്ച് തന്നെ കൊടുക്കാം. ഇങ്ങനെ കിടത്തി കൊടുക്കാൻ നല്ലത്, എണീറ്റ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ട്, പക്ഷെ വലിപ്പ ചെറുതായതുകൊണ്ട് പിന്നെ നേരത്തെ പാല് കിട്ടാത്തതുകൊണ്ടാണ്
ഈ ആടിൻ്റെ കന്നിപ്പാൽ ഏകദേശം മാറിയിട്ടുണ്ടാവും, കുറച്ച് സമയമായതുകൊണ്ട്. ഏകദേശം പാല് കന്നിപ്പാലിൻ്റെ ഒരു സ്റ്റേജ് കഴിയുന്നു. കന്നിപ്പാൽ പെട്ടെന്ന് തന്നെ കൊടുക്കണം, അതുകൊണ്ടാണ്. പാല് കുടിക്കുന്നുണ്ട്, സ്പീഡിലൊന്നും വലിച്ച് കുടിക്കാനായിട്ടില്ല. നമ്മൾ ആട് വളർത്തൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ഇതുപോലെ പെട്ടെന്ന് നോക്കണം. ആട്ടിൻ്റെ കുഞ്ഞുങ്ങൾ അധികം ചത്തുപോകാറ് രാത്രിയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ കൂടിൻ്റെ ഗ്യാപ്പിലൊക്കെ കുടുങ്ങിയിട്ടും. ഞങ്ങൾ മുന്നേയൊക്കെ ഞങ്ങളെ കൂടിൻ്റെ അടിഭാഗം പനയും കവുങ്ങൊക്കെ ആയിരുന്നു, പട്ടികയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ കാലൊക്കെ കുടുങ്ങി ചത്തുപോകാനും, പിന്നെ കൂടുതൽ ആടുകളുള്ള കൂട്ടിലാണെങ്കിൽ തള്ളകളൊക്കെ അതിൻ്റെ മുകളിലൂടെ, ആടുകളുടെ സ്വഭാവം കുഞ്ഞുങ്ങളുടെ മേത്ത് കയറി കിടക്കുന്നത് കുറച്ച് കൂടുതലാണ്, ചൂട് കിട്ടാനൊക്കെ വേണ്ടി അടുപ്പിച്ച് കിടക്കും. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ ചത്തുപോകാറുണ്ട്. ഈ ഒരു ഫ്ലോർ മാറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ട് വരാറുന്നത്. എന്നാലും ഞാൻ രാവിലെ കരച്ചിൽ കേട്ടപ്പോൾ 3 ഒക്കെ കാല് ഇതിലെ ഗ്യാപ്പിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. പ്രസവിച്ചുകൊണ്ട് ആടുകൾക്ക് അസ്വസ്ഥത ഉണ്ട്, മറു വീണിട്ടുണ്ട്, എന്നാലും ആടുകൾക്ക് ക്ഷീണമുണ്ട്. ആട് കിടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിലെ പാല് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് കന്നിപ്പാൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം, കുഞ്ഞുങ്ങൾ ഇങ്ങനെ എണീറ്റ് പോകും. ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ എണീറ്റ് പോകുമ്പോൾ നമ്മൾ കൂടിന്റെ എല്ലാ ഭാഗത്തും ഉൾഭാഗത്തും ഒന്നും ഇതുപോലെ ചാക്ക് വിരിക്കാൻ കഴിയില്ല. വലിയ ആടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കാഷ്ടൊക്കെ ആയിട്ട് എല്ലാം നിറഞ്ഞു പോകും. അതുകൊണ്ട് അധികം പ്രശ്നമില്ലാതെ ഒരു ഭാഗത്ത് മാത്രം ചാക്ക് വിരിച്ചിട്ട് കുഞ്ഞുങ്ങളെ അതിൽ നിർത്തണം. അങ്ങനെ നിൽക്കാത്തതുകൊണ്ട് നമ്മളൊരു ബോക്സിലാക്കും ഇനി കുഞ്ഞുങ്ങളെ. അപ്പൊ ബോക്സ് എടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ അടിഭാഗം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോക്സ് വെച്ച് കൊടുക്കും. നമ്മൾ ചാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചണച്ചാക്ക് തന്നെ ഇടണം, എന്നാലേ ഇവരുടെ മൂത്രമൊക്കെ വലിഞ്ഞു പോവുള്ളൂ. അപ്പം ഇതുപോലുള്ള ബോക്സിലാക്കിയിട്ടാണ് കുഞ്ഞുങ്ങളെ നിർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനായിട്ട് ഒരു 10ഓളം ബോക്സുകൾ ഫാമിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം 3 ആടൊക്കെ പ്രസവിക്കും, 3-4 ആടൊക്കെ പ്രസവിക്കാണ്ട് ഇനി അങ്ങനെയൊക്കെ വരും. ആ സമയത്ത് കാല് കൊടുക്കുന്നു. അപ്പം ഇതുപോലെ ബോക്സിലാക്കി കഴിഞ്ഞാൽ ഈ പാല് കൊടുക്കുന്ന സമയത്ത് മാത്രമേ കുഞ്ഞുങ്ങളെ ഇതിന് പുറത്തെടുക്കുള്ളൂ. ഒരു 3-4 ദിവസം നമ്മൾ പുറത്തെടുത്ത് കുടിപ്പിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ തന്നെ പുറത്തോട്ട് ഇറങ്ങി കുടിക്കും. രാത്രി സമയങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ച് ഈ ബോക്സിലോട്ട് ഇട്ട് വെക്കും. അപ്പം ഇപ്പുറം കൂട്ടിൽ അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. പ്രസവ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബോക്സുകളൊക്കെ റെഡിയാക്കി വെക്കും. 10ഓളം ബോക്സ് അടിച്ചിട്ടുണ്ട്. ഒരാഴ്ച മതി ബോക്സിൽ ഇട്ട് വെക്കാൻ. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നല്ലൊരു, ഞങ്ങളൊരു വേറെ ഫാമിൽ പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ ബോക്സിന്റെ സിസ്റ്റം. അല്ലാതെ ഈ കാല് കുടുങ്ങുന്നതും കൂടിന്റെ ഉള്ളിൽ മുഴുവൻ ചാക്ക് വിരിക്കാൻ അത്രയും ചാക്കും വേണം. ഡെയിലി ക്ലീൻ ചെയ്യാൻ, വരെ കാഷ്ടൊന്നും താഴെ വീഴാതെ പോകും. അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാണ്ട് വെച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾ സേഫ്റ്റിയിൽ അവിടെ നിന്നോളൂ. അതാ ഈ കുഞ്ഞനെ ഇപ്പൊ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഈ കൂട്ടിലെ കുഞ്ഞാ. നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവര് നിൽക്കൂല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കാലും കൂടും, അവര് സേഫ്റ്റി ആയിട്ട് എടുക്കും. ഇപ്പൊ അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്, കന്നിപ്പാലൊക്കെ കുടിപ്പിച്ച്. ഇനി ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പാല് കുടിപ്പിക്കും എല്ലാത്തിനും എടുത്തിട്ട്. ഈ കൂട്ടിൽ തന്നെ 3 കുഞ്ഞുങ്ങളായതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ്. പക്ഷെ ആടിന് പാലായി വരുന്നുള്ളൂ. അപ്പം 3 ആയതുകൊണ്ട് തന്നെ പിടിച്ച് തന്നെ കൊടുക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് പാല്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് പാല് കിട്ടാതാവും. പിന്നെ കൂടുതൽ പാലുള്ള ആടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ പിടിച്ചു കൊടുക്കും. ഈ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ 2 ആഴ്ചക്ക് ശേഷം ഒരു 3 ആഴ്ചക്ക് ആയ കുഞ്ഞുങ്ങളാണ്. അതാ വലിയ കുഞ്ഞൊക്കെ ഏകദേശം ഒരു മാസത്തിന്റെ ആവാനായി, 4 ആഴ്ചക്ക് അടുത്തായി. ഇവരൊക്കെ ഇതുപോലെ ബോക്സിലൊക്കെ വെച്ചായിരുന്നു. ഇപ്പൊ അവരൊക്കെ പുൽത്തൊട്ടിയിലൊക്കെ കയറി ഇതുപോലെ കിടക്കൽ തുടങ്ങി. ഒരു 3 ആഴ്ച പ്രായമുണ്ട്, 3ഉം ഒരു 2 ആഴ്ച, അങ്ങനെ 2 ആഴ്ച ആ വ്യത്യാസത്തിലുള്ള കുഞ്ഞുങ്ങളാണിത്. ഇതാണ് നമ്മൾ ഫാമിൽ ആദ്യം പ്രസവിച്ച കുഞ്ഞുങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ ചെയ്തു വെക്കണം. ഇപ്പൊ പ്രസവമൊക്കെ കഴിഞ്ഞുകൊണ്ട് തള്ളകളുടെ ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ ഉണ്ടാവും മറുവിന്റെ ഒക്കെ അംശങ്ങൾ. പ്രസവിച്ച സമയത്ത് ബാഗ് പൊട്ടിയതിന്റെ ഒക്കെ ഇതുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇവിടെ ഈച്ച ഇരിക്കും. ഈച്ച വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പുഴു വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആടുകൾക്ക് രോമം കൊടുക്കുന്നത് പശുവിനെ പോലെയല്ല, അപ്പം കുറച്ച് തെറിച്ച് നിൽക്കുന്ന രോമം കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഇനി 2 ദിവസം കഴിഞ്ഞൊക്കെ ഇതുപോലെ ഒലിച്ചു വരുന്ന മറുവിന്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ പുറത്തോട്ട് നേരെ താഴോട്ട് വീഴുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈച്ചയിരിക്കും. ഇപ്പം ഒന്നും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ സ്മെല്ല് വന്ന് ഇതൊക്കെ ചീച്ചിലൊക്കെ വന്നിട്ട് ഈച്ചയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് 2 ആടിന് ഇതുപോലെ അതൊക്കെ ഒറ്റ സമയം ചെയ്ത് കൊടുത്താൽ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നീട് ഒലിക്കുന്ന മറുവിന്റെ ഭാഗങ്ങളൊക്കെ താഴേക്ക് വീണു. നമ്മൾ ക്ലീൻ ചെയ്യാണ്. ബിയമോളാണ് ആടിനെ പിടിച്ചു തരുന്നത്. ആദ്യം ഇതൊക്കെ ഒന്ന് തുണി ഉപയോഗിച്ചിട്ട് ഇവരെ വേസ്റ്റ് തുണി ഉപയോഗിച്ച് ഇതൊക്കെ തുടച്ചു കൊടുക്കാം. ഇതൊക്കെ അകിടിൽ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. പിന്നെ നനവോടെ തന്നെ ഇതൊക്കെ തുടച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ഈ ആടിനൊക്കെ രോമം കൂടുതലാണ്. അപ്പം കുറച്ച് ഇതുപോലെ നമ്മളെ ചേർന്ന് നിൽക്കുന്ന ഇതിനോട് നമ്മൾ ഒലിക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരാതെക്കാൻ ചേർന്ന് നിൽക്കുന്ന രോമങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. ഇത് ആടിന് വേദനയൊന്നുമില്ല. നമ്മൾ ഏകദേശം ഇതിൻ്റെ എൻഡ് ഭാഗം മാത്രമേ വെട്ടി ഒഴിവാക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ വെട്ടി വെക്കുന്നത് ഈ ഗ്യാപ്പ് ഇത് ഇതുപോലെ തന്നെ വെട്ടി മാറ്റുക. രോമം കുറവുള്ള ആടുകൾക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ചില ആടുകൾക്ക് ബാക്ക് സൈഡ് ഭാഗത്തൊക്കെ നല്ല രോമമായിരിക്കും.
പശുവിനെ പോലെ പശുവിനെ നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മറു വീണ് കഴിഞ്ഞാൽ പിന്നെ വാല് മാത്രമല്ലേ ഉള്ളൂ, വേറെ രോമത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഈ ബുദ്ധിമുട്ടൊന്നും ഒരാഴ്ച കഴിഞ്ഞാലാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ അറിയാം. ഈച്ച വന്ന് ഇരിക്കുന്നൊന്നും നമ്മൾ അറിയില്ല. ഇവിടെയൊക്കെ നല്ല പുഴു വരുമ്പോഴാണ്, മുന്നേ ഫാമിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പുഴു വരുമ്പോഴാണ് നമ്മളിതൊക്കെ അറിയുന്നത്. രോമം നമുക്ക് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ വെട്ടിക്കൊടുത്തൊക്കെ അതുപോലെ തന്നെ റെഡി ആയി വരും. അധികം കയറ്റിയൊന്നും എടുക്കാതെ തെറിച്ച് നിൽക്കുന്നത് മാത്രം നമ്മൾ വെട്ടി ഒഴിവാക്കുന്നുള്ളൂ. തുടക്കത്തിൽ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. മറ്റേത് പുഴുത്തൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുഴുവിനെ എടുത്ത് കളയണം, പിന്നെ മുറിവ് ഉണക്കണം. അപ്പോഴത്തേക്ക് ആട് വേദന കൊണ്ട് പാല് കുറയും, ക്ഷീണം ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടക്കത്തിലെ ഏതാട് പ്രസവിച്ചാലും ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അസുഖങ്ങളൊക്കെ വേറെ വരാറുണ്ട്, അകിട് വീക്കം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ആട് വളർത്തുമ്പോഴൊക്കെ സംഭവിക്കുകയാണ്. ഭാഗ്യത്തിന് ഈ വർഷം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനിയും നമുക്ക് പകുതിൻ്റെ ആടുകളും പ്രസവിച്ചിട്ടില്ല. അപ്പോൾ 4-5 ആടേ പ്രസവിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പകുതിയോളം ആടുകൾ ഇനിയും പ്രസവിക്കാൻ കിടക്കും. അതിൽ കൂടുതൽ ആടുകൾ പ്രസവിക്കാൻ കിടക്കുകയാണ്. ചെനയിൽ നല്ല നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളൊന്നും വരില്ല. ചെനയിൽ ക്ഷീണം കുടുങ്ങി കഴിഞ്ഞാൽ അകിട് വീക്കും മറ്റു അസുഖങ്ങളൊക്കെ വരും. ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. ബിയമോള് നല്ല പിടിച്ചു തരുന്നുണ്ട് ആടിനെ. അത്യാവശ്യത്തിന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നീരാണ്. ഈ അകിടൊക്കെ, ഈ നീരൊക്കെ ഇനി വലിഞ്ഞിട്ട് വേണം പാലാവാൻ. ഇപ്പം കന്നിപ്പാൽ കുടിച്ചതിന് ശേഷം ഇതാണ് കാമ്പൊക്കെ ചുങ്ങിയിട്ടുണ്ട്. ഇനി നീര് വലിഞ്ഞാൽ മാത്രമേ കുട്ടികൾ കുടിക്കാനുള്ള പാലാവുള്ളൂ. ഇതിനൊക്കെ 3 കുഞ്ഞുങ്ങളായതുകൊണ്ട് അത്യാവശ്യം കുഞ്ഞുങ്ങൾ കുടിക്കാനുള്ള പാലുണ്ട്, പക്ഷെ പിടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമല്ല, വലിയ 2 കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ കുടിച്ചു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞിന് കിട്ടില്ല. അപ്പം ആദ്യം തന്നെ പിടിച്ചു കൊടുക്കുമ്പോൾ ചെറുതിൻ്റെ വയറ് നിറഞ്ഞതിന് ശേഷം വലുതിന് വിട്ടു കൊടുക്കും. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർ സ്വന്തം തന്നെ കുടിക്കും. പിന്നെ നമുക്ക് പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ആഴ്ച നമ്മളിങ്ങനെ കെയർ ചെയ്തെടുക്കാം. ഇത്രയും രോമങ്ങൾ ഇതിന് എടുത്തിട്ടുണ്ടെന്ന് മാറ്റാം. ഇനി നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ട് ഒന്ന് കഴുകി കൊടുക്കണം ആ ഭാഗം. അപ്പം പൊട്ടാസ്യം പെർമാനേറ്റ് അവിടെ ഉമ്മ കലക്കി വെച്ചിരുന്നു. നമ്മൾ ആട് പ്രസവിച്ചപ്പോൾ തന്നെ ഉമ്മയുടെ കലക്കി ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിട്ടൊന്ന് കഴുകി കൊടുക്കാം. ഈ അണുക്കളൊക്കെ ഉണ്ടെങ്കിലും പോകാനും പിന്നെ ഈച്ചയൊക്കെ വന്നിരുന്നാലൊന്നും പുഴുവരാക്കാനൊക്കെ ഒന്ന് പൊട്ടാസ്യം പെർമാനേറ്റ് വെച്ച് കഴുകിയിടുന്നതല്ല. ഞങ്ങൾ 1-2 ദിവസം ഇവിടെയൊക്കെ ഒന്ന് പുഴുവൊക്കെ വരാനുള്ള സ്പ്രേ അടിച്ചു വെക്കും. ആ സ്മെല്ലൊക്കെ കിട്ടിയാൽ ഈച്ച വരില്ല. അവരിങ്ങനെ വാലിട്ടടിക്കുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ അതിൻ്റെ സ്പ്രേയുടെ ആ സ്മെല്ല് കിട്ടുന്നതുകൊണ്ട് അത് പുഴു വരുന്നതുകൊണ്ടല്ല, മുറിക്കുകയല്ല, എന്നാലും ഒരു ഈച്ചയൊക്കെ വരാതിരിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ ടെക്നിക്കാണ്. സ്പ്രേയുടെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാലൊന്നും അങ്ങനെ ഈച്ച ഇരിക്കില്ല. ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി ഈ ഭാഗം എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കണം. രണ്ടാമത്തെ ആടിന് ആദ്യം ക്ലീൻ ചെയ്ത ആടിന് അത്ര രോമമില്ല, എന്നാലും ഉണ്ട്. അത് ആ ഭാഗം മാത്രം നമ്മൾ വാലിലാണ് കുറച്ച് രോമം കൂടുതലുള്ളത്. ഈ സൈഡിൽ കുറവാണ്. സൈഡിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പം അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആട് നല്ല നിന്ന് തന്നിരുന്നു. ഈ ആട് കുറച്ച് ഓടാൻ നോക്കുന്നത്, എന്നാലും ബിയമോൾ വീടില്ലേ, നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രമാണ് കുറച്ച് കൂടുതൽ രോമമുള്ളത്. അത് മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി. അടിഭാഗത്തേക്കില്ല. ഇനി ആടിൻ്റെ അകിട് കുറച്ച് താഴ്ന്നിട്ടാണുള്ളത്. ഈ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ ഈ ആടിന് പിന്നെ വാലിൽ കുറച്ച് കട്ട് ചെയ്യാനുള്ളൂ. വാല് നമ്മൾ ഈ തെറിച്ച് നിൽക്കുന്നൊക്കെ ഒന്ന് ഇതിൻ്റെ ശേഷം ഇത്ര മതി. നല്ല ബുദ്ധിമുട്ടില്ല. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതും പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ടൊന്ന് കഴുകി കൊടുക്കണം. നീര് കൂടുതലാണെങ്കിൽ ഞങ്ങൾ നീര് കളയാനുള്ള മരുന്ന് അകിടിൽ തേച്ച് കൊടുക്കും. അതിൽ അത്രയ്ക്ക് നീരില്ല, കല്ലിപ്പൊന്നുമില്ല, അത്യാവശ്യം സോഫ്റ്റ് ആണ്. പാലാവാനുള്ള നീരേ ഉള്ളൂ.
അപ്പം ഈ ആടിനെ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ആടിന്റെ പ്രധാന വരുമാനം ഇതുപോലുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ പാലിന്റെ ആവശ്യത്തിനല്ല അധികം ആട് വളർത്തുന്നത്. ആടിന്റെ കുഞ്ഞുങ്ങളെ പെരുക്കി ഉണ്ടാക്കി വിൽപ്പന നടത്തുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം ആടൊക്കെ പ്രസവിച്ച ഉടനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ. ഈ സമയത്ത് 1-2 ദിവസം നമ്മൾ നല്ലവണ്ണം കുഞ്ഞുങ്ങളെ നോക്കിയിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആട് വളർത്തുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ആട് വളർത്തൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.